ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് ഇൻ ഫോർകാസ്റ്റിംഗ് ട്രാവൽ ഡിമാൻഡ്. അതായത് ഹൊറൈസൺ ഇയറിലേക്കുള്ള ട്രാവൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ്. ഇതിൻ്റെ കോൺസെപ്റ്റ് അറൈസ് ചെയ്യുന്നത് തന്നെ ഒരു 1970s. അതുമുതലാണ് ആ ഒരു കോൺസെപ്റ്റിന് ട്രാവൽ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ എത്രയേറെ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലായത്. ദീസ് ടെക്നിക്സ് കൺസിഡർ യൂസിങ് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് ഡെവലപ്ഡ് ഫ്രം സർവേസ് ആൻഡ് അതർ എംപിരിക്കൽ ഡാറ്റ ടു അസിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ ഇൻ മോഡലിംഗ് സ്മോൾ അർബൻ ഏരിയാസ് ഗ്രേറ്റർ ദാൻ 50,000 ഇൻ പോപ്പുലേഷൻ. നോർമലി സ്മോൾ പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഒരു 50,000 അതിൻ്റെ എബോ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഒരു 1 lakh 2 lakh അത്രയൊക്കെ വരുന്ന പോപ്പുലേഷനുള്ള സ്മോൾ അർബൻ ഏരിയാസിലാണ് ഈ ഒരു മെത്തേഡ് മോർ എഫക്റ്റീവ് ആവുന്നത്. ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ്, അതായത് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാവൽ ടൈം, കോസ്റ്റ് ഓഫ് ട്രാവൽ, ആ രീതിയിലുള്ള വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആൻഡ് ടൈം ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള, അതായത് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് നമുക്ക് ആ ഡാറ്റാസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആൾസോ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റാസ്. ഇതിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ടൈം അതായത് ട്രാവൽ ടൈം, പിന്നെ ട്രാവൽ കോസ്റ്റ്. അത്തരത്തിലുള്ള ട്രാൻസ്ഫറബിൾ ടൈപ്പ് ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്, ഈ പാരാമീറ്റേഴ്സിനൊക്കെ നമുക്ക് ട്രാൻസ്ഫറബിൾ എന്ന് പറയാൻ പറ്റും. കാരണം ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആൻഡ് ടൈം. ഇത് ട്രാൻസ്ഫറബിൾ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ഇത്തരം പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആ പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടുന്നത് എക്സിസ്റ്റിംഗ് കണ്ടീഷനിലുള്ള സർവേസും അത് വെച്ച് കിട്ടുന്ന എംപിരിക്കൽ ഡാറ്റാസും വെച്ചിട്ടാണ് ഈ ഒരു ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്ക് നമുക്ക് അതുവഴി നമുക്ക് ഫ്യൂച്ചറിലുള്ള, അതായത് ഒരു ഹൊറൈസൺ ഇയറിലുള്ള ട്രാവൽ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Based upon the previous transport studies and travel characteristics, a number of quick response techniques in the context of developed countries has been developed for day-to-day use by transport planners. അതായത് ഡെവലപ്ഡ് കൺട്രീസിലും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രീസിലും ഇപ്പോൾ പാസ്റ്റ് ഡാറ്റാസ് പ്രീവിയസ്ലി നടന്നിട്ടുള്ള ട്രാൻസ്പോർട്ട് സ്റ്റഡീസിൽ നിന്നും ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സും ഒക്കെ എടുത്തിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് ഓരോ കോണ്ടെക്സ്റ്റ് വരുമ്പോഴും അവിടെ വേണ്ട പാരാമീറ്റേഴ്സ് മാറാം, അവിടെയുള്ള പോപ്പുലേഷൻ മാറാം. അപ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ്, അതായത് ബേസിക്കലി കോൺസെപ്റ്റ് ഒന്നായിരിക്കും, പക്ഷേ അതിൽ തന്നെ നമ്പർ ഓഫ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് ഓരോ ഡെവലപ്പിംഗ് കൺട്രീസും അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസും ഒക്കെ ഇപ്പോൾ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. ദീസ് ടെക്നിക്സ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ്, മോണോഗ്രാഫ്സ്, ടാബിൾസ് ആൻഡ് സിമ്പിൾ ഇക്വേഷൻസ്. അങ്ങനെ ആ ഒരു ടെക്നിക്ക് വഴി കിട്ടുന്ന ഇൻഫർമേഷൻസിനെ ചാർട്ട്സ് ആയിട്ട്, മോണോഗ്രാഫ്സ് ആയിട്ട്, ടേബിൾസ് ആയിട്ടും സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. These charts are prepared based on the past studies and information, and analysis from these studies is synthesized into certain important parameters and indicators. നമ്മൾ പറഞ്ഞു ഓൾറെഡി പാസ്റ്റ് സ്റ്റഡീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസും ഡാറ്റാസും ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസ് ആണ് സിന്തസിസ് ഓഫ് ന്യൂ ക്വിക്ക് റെസ്പോൺസ് മോഡൽസ്. അത് മാത്തമാറ്റിക്കൽ മോഡൽസ് ആയിട്ടാവാം അല്ലെങ്കിൽ ചാർട്ട്സ്, മോണോഗ്രാഫ് ആയിട്ടൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. For example, the relationship between city population and per capita rate may be made estimate the total number of trips for a given population of city. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിറ്റീൻ്റെ പോപ്പുലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ city population and per capita rate may be estimated the total number of trips for a okay, അതായത് ഓരോ സിറ്റിയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ട്രാവൽ ഡിമാൻഡ് എന്താണെന്ന് രണ്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വ്യക്തിയുടെ ട്രാവൽ ഡിമാൻഡും ആ സിറ്റിയുടെ ടോട്ടൽ പോപ്പുലേഷനും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ, ആ സിറ്റീൻ്റെ ടോട്ടൽ ട്രാവൽ ഡിമാൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ ട്രാവൽ ഡിമാൻഡും ടോട്ടൽ പോപ്പുലേഷനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റിയിൽ ടോട്ടൽ
പോപ്പുലേഷൻ കാരണം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കിട്ടാൻ പറ്റും, കിട്ടുന്നതാണ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ദെൻ അപ്ലൈഡ് ടു സ്റ്റഡി സിറ്റീസ് വിത്തൗട്ട് കണ്ടക്ടിങ് എനി ലെങ്തി ഡാറ്റ കളക്ഷൻ എക്സസൈസ് ആൻഡ് ഹെൻസ് പ്ലാൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് നമുക്ക് കറൻ്റ്ലി ഉള്ള പോപ്പുലേഷനും ഓരോ വ്യക്തിക്കും ഉള്ള ട്രാവൽ ഡിമാൻഡും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ സിറ്റീൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ കാരണം ഉണ്ടാവുന്ന നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. ആ രീതിയിലുള്ള ഡാറ്റ ആണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് സർവേസ് നടത്തി അതിൻ്റെയൊക്കെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പോപ്പുലേഷനും പെർ ക്യാപിറ്റ ട്രാവൽ ഡിമാൻഡും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് കിട്ടും. ആ രീതിയിൽ മിനിമം ഡാറ്റ വെച്ചിട്ട്, അല്ലെങ്കിൽ ലെങ്തി ഡാറ്റ കളക്ഷൻ എക്സസൈസ് ഒന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. മിനിമം ഡാറ്റാസ് വെച്ചിട്ട് പിന്നെ മോഡൽസ്, ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്സ് വഴി മോഡൽസ് ഹൊറൈസൺ ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ ഡിമാൻഡിൻ്റെ മോഡൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതുവഴി ഫോർകാസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെത്തേഡിൻ്റെ അകത്ത് ട്രാൻസ്ഫറബിൾ പാരാമീറ്റേഴ്സ് ആണ് എടുക്കുന്നത്, സച്ച് ദാറ്റ് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാവൽ കോസ്റ്റ്, ട്രാവൽ ടൈം എക്സെട്ര, ആൻഡ് ദീസ് ആർ ട്രാൻസ്ഫറബിൾ ബേസ്ഡ് ഓൺ സ്പേസ് ആൻഡ് ടൈം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ അകത്ത് ലെങ്തി ഡാറ്റ കളക്ഷൻ ആവശ്യമില്ല. സർവേസിൻ്റെ ബേസിസിൽ കിട്ടുന്ന മിനിമം എമൗണ്ട് ഓഫ് ഡാറ്റ വെച്ചിട്ടാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ടിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളതാണ്. Traffic zone is considered the basic unit of estimation. Develop trip generation ratio from household survey. Develop per capita trip generation rate for city under study. This rate can be broken into home-based work trip, home-based non-work trip and non-home-based trips. Then, given the population for the horizon year, these trips generation rates will then yield the number of various types of trips from each zone. This trip distribution can be achieved by gravity model using simplified friction factors. Then the last step, the trips are the assigned to the network and the adequacy studies. അപ്പോൾ ഇതാണ് ഒരു ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്കിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന സ്റ്റെപ്സ്. ഈ ഫ്ലോ ചാർട്ട് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ മെത്തേഡ് ഇത്രയധികം ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്നുള്ളതും കൂടി നോക്കാം. ദ ഹോൾ പ്രൊഡ്യൂസ് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി വിത്തൗട്ട് യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഇത് പ്യുവർലി ബേസിസ് ഓഫ് സർവേ ഡാറ്റയാണ്, അതായത് പ്രീവിയസ്ലി കളക്ട് ചെയ്തിട്ടുള്ള സർവേ ഡാറ്റേൻ്റെ ബേസിസിലാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ലെങ്തി ഡാറ്റ കളക്ഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മിനിമം ഡാറ്റ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഐട്രേഷൻസോ ഒരുപാട് കാൽക്കുലേഷൻ വർക്കുകളൊന്നും ഇല്ല. അപ്പോൾ വിത്തൗട്ട് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് മാനുവലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്. പിന്നെ സിമ്പിൾ ആൻഡ് റിലേറ്റീവ്ലി ലോ കോസ്റ്റ്. സിമ്പിളാണ്, റിലേറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. ദർ ഈസ് എ വാസ്റ്റ് സ്കോപ്പ് ഫോർ ദ ഡെവലപ്പിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസിങ് ദ ടെക്നിക് ഫോർ അഡോപ്ഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ലോ കോസ്റ്റും സിമ്പിളുമാണ്, അതുപോലെ തന്നെ മാനുവലായിട്ട് ചെയ്യാൻ പറ്റും, മിനിമം ഡാറ്റ കളക്ഷൻ ഒക്കെ മതി. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത്തരം ഒരു മെത്തേഡിന് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്ക് പോലെയുള്ള ടെക്നിക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്കൊരു ഫ്യൂച്ചറിലേക്ക് ഒരു ഇന്നോവേഷൻ എന്നുള്ള ഒരു സ്കോപ്പ് തരുന്നൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും പ്രൊജക്റ്റൊക്കെ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിൽ ഇനി എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ക്വിക്ക് റെസ്പോൺസ് ടെക്നിക്ക്.